നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, എത്രയോ വലിയ അപകടത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വലിയ അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ ഈ കോട്ടക്കൽ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോട്ടക്കൽ ഒരു വലിയ മുത്തഅല്ലിം സമ്മേളനം നടന്നു. വലിയ മുത്തഅല്ലിം സമ്മേളനം 5000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുത്തഅല്ലിമീങ്ങളുടെ ഒരു സമ്മേളനം. ബഹുമാനം SYSന്റെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ വെച്ചുകൊണ്ട് നടത്തിയ ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യൻ കാന്തപുരം വന്ന് ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചതെന്നറിയൂ? നമ്മുടെ സമ്മേളനത്തിൽ മഹാനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. സയ്യിദ് മാലിക് അലവി മക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാലിക് അലവി, മക്കയിലുള്ള സയ്യിദ് മാലിക് അലവി വരുന്നുണ്ട്. അദ്ദേഹം ഈ സദസ്സിൽ വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെയാണ്. ഇസ്തിഖാറത്തും ബി റസൂലില്ലാഹ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഖാറത്ത് നടത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം എങ്ങും പോകില്ല എന്ന് കാന്തപുരം പ്രസംഗിക്കുകയുണ്ടായി. വളരെയധികം പ്രതീക്ഷയോടുകൂടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണല്ലോ ഞങ്ങളുടെ പ്രസ്ഥാനം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തത് ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണല്ലോ. വളരെയധികം സന്തോഷത്തോടുകൂടെ ആ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇപ്പറഞ്ഞ സയ്യിദ് അലവി മാലിക്കിയുടെ പ്രഭാഷണം. അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്റെ മുന്നേ പ്രസംഗിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രത്തലവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. 5000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗുരുവര്യൻ എന്താ ഞങ്ങളോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെ മാത്രം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സയ്യിദ് മാലിക് അലവി മക്ക, അദ്ദേഹം വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെയാണ്. സലാത്തുൽ ഇസ്തിഖാറത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോട് നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം. അള്ളാഹിന്റെ റസൂലിനോട് എങ്ങനെയാ ഇസ്തിഖാറത്ത് നടത്തുന്നത് നമ്മൾ ഇന്ന് വരെ ഒരു കിതാബിലും പഠിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂലിനോട് എങ്ങനെയാ ഇസ്തിഖാറത്ത് നടത്തുന്നത്? പക്ഷെ കാന്തപുരം വന്ന് ഞങ്ങളോട് പറഞ്ഞ നുണ, പച്ചക്കളവ്. കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പറഞ്ഞ സാക്ഷാൽ മാലിക് അലവി പ്രസംഗിച്ചപ്പോൾ സത്യത്തിൽ വിറച്ചുപോയി. ഇത്രയും വലിയ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ഇത്രയധികം മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ധൈര്യം വരുമോ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തെ ഇന്ന് അനാചാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഇത്രയധികം പച്ചക്കള്ളം പറഞ്ഞ ഒരു മനുഷ്യൻ കൊണ്ടുവരുന്ന മുടിയെ സംബന്ധിച്ച് അന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ പറ്റി എന്തു പച്ചക്കളവും എഴുന്നള്ളിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുവായ വിനീതനായ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഓർത്തു നോക്കി, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇത്രയധികം കളവ് പറഞ്ഞാൽ ഈ കോട്ടക്കൽ എന്നതുകൊണ്ട് പറയുകയാണ്. ഈ കോട്ടക്കൽ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതി കിട്ടിയാൽ മാത്രം ഒരു സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു മഹാൻ ഈ വരുന്ന SYSന്റെ 50ാം വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ആ വലിയ ജനസഞ്ചയത്തിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ സാക്ഷാൽ മാലിക് അലവി മക്കയിൽ നിന്ന് ഞങ്ങൾ കേൾക്കേണ്ടി വന്നത്, അള്ളാഹിന്റെ റസൂലല്ല എന്നെ പറഞ്ഞയച്ചത്, തൊട്ടു മുമ്പ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പണ്ഡിതനാണ് എന്നെ പറഞ്ഞയച്ചത്, അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്നാണ്. അള്ളാഹിന്റെ റസൂലിനെ പറ്റി എന്ത് കളവും പറയാൻ മടിയില്ലാത്ത ഒരു സമൂഹം.
വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ എത്ര ചങ്കൂറ്റത്തോടുകൂടെയാണ് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, എത്ര ചങ്കൂറ്റത്തോടുകൂടെയാണ്. പണ്ട് ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ക്ലാസ് എടുക്കുമ്പോ പറയും, പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെ പറ്റി ഉദാഹരണം പറയും. ഒരു മനുഷ്യൻ തന്റെ സഹധർമ്മിണിയെ കൂട്ടുകാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യൻ, തന്റെ സഹധർമ്മിണിയെ കൂട്ടുകാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, എന്ത് തോന്നിവാസമാണ് നീ കാണിക്കുന്നത്, എന്ത് ന്യായീകരണമാണ് നിന്റെ ഈ പ്രവർത്തനത്തിനുള്ളത്? അദ്ദേഹവും പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് ഓതിയത്. തന്റെ പ്രിയതമയെ തന്റെ ചങ്ങാതിമാർക്ക് പങ്കുവെക്കാൻ ആ മനുഷ്യനും പാരായണം ചെയ്തത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഏതാണ്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവ് ചെയ്യുന്നതുവരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കിയവരാവുകയില്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ചെലവഴിക്കണം, എങ്കിലേ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയുള്ളൂ, നിങ്ങൾ ബിർറ് കരസ്ഥമാക്കിയവരാവുകയുള്ളൂ, നിങ്ങൾ ഗുണം ചെയ്തവരാവുകയുള്ളൂ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് അദ്ദേഹം ഓതിയത്. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സഹധർമ്മ